ഇവിടെ വരിക, അവിടെ നിന്ന് ലാൻ എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കണം. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ഗസ്റ്റ് ലാൻ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് എനിക്ക് ACL റൂൾ ഉള്ളത്. അപ്പോൾ ACL റൂൾ എനിക്ക് ചുമ്മാ അങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ACL മീൻസ് ആക്സസ് കൺട്രോൾ ലിസ്റ്റ് ആണ്. അതായത് ഗസ്റ്റ് നെറ്റ്വർക്കിൽ കണക്ട് ആയിരിക്കുന്ന എനിക്ക് ഈ എൻ്റയർ നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാൻ. പല ആളുകളും ഗസ്റ്റ് വൈഫൈ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യണത് പ്രോപ്പർ വേയിലല്ല. ഗസ്റ്റ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു പാസ്വേഡൊക്കെ ആയിരിക്കും നമ്മളവിടെ കൊടുക്കുക. അപ്പോൾ അതിലൂടെ ആക്സസ് ചെയ്യുന്ന ഏതെങ്കിലും വ്യക്തി നമ്മുടെ ഇൻറ്റേർണൽ നെറ്റ്വർക്കിൽ, അതായത് ക്യാമറ, IoT ഡിവൈസുകൾ, നമ്മുടെ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, മൊബൈൽ, TV അങ്ങനെയുള്ള എന്ത് സാധനങ്ങളിലേക്കും ആക്സസ് കിട്ടുന്ന രൂപത്തിലാവരുത് അതിൻ്റെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ പ്രോപ്പർ വേയിലൊരു ഗസ്റ്റ് നെറ്റ്വർക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ TP-Linkൻ്റെ ഒമാഡ കൺട്രോളർ വെച്ചിട്ടുള്ള ഒരു സെറ്റപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ നെറ്റ്വർക്കിൽ ഇവിടെ എനിക്ക് ആൽഫ, അഡ്മിൻ, സർവീസ് എന്നൊക്കെ പറഞ്ഞ് പല നെറ്റ്വർക്കുകളുണ്ട്. ഞാനിപ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കുറച്ച് ലെങ്തി ആകാനുള്ള ചാൻസ് ഉണ്ട്, കാരണം നമ്മളിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഈ വീഡിയോ പോകുന്നത് കേട്ടോ. അതുകൊണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു നെറ്റ്വർക്ക് സെറ്റപ്പിനകത്ത് ACL റൂൾ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരും. അതുപോലെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന കാണിച്ചു തരും. പിന്നെ ലാൻ ക്രിയേറ്റ് ചെയ്ത്, അതായത് VLAN ക്രിയേറ്റ് ചെയ്യണത് കാണിച്ചു തരും. എന്നിട്ട് വൈഫൈ ലാൻ ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരും. ആദ്യം നമുക്ക് നമ്മുടെ ഈ ഒരു മൊബൈലല്ല ലാപ്ടോപ്പ് ഏത് നെറ്റ്വർക്കിലാണ് ഇരിക്കണമെന്ന് നോക്കാം. ഇതുണ്ടോ, ഇപ്പം ഞാനിത് കണക്ട് ചെയ്തേക്കണത് നെക്സ അഡ്മിൻ എന്ന് പറയുന്ന വൈഫൈ നെറ്റ്വർക്കിലേക്കാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്ത് കൊടുത്തിരിക്കുന്ന, ഞാനിപ്പോൾ ആക്സസ് ചെയ്തിരിക്കുന്നത് നെക്സ അഡ്മിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഡീഫോൾട്ട് ലാൻ നെറ്റ്വർക്കാണ്. അപ്പോൾ ഈ ഡീഫോൾട്ട് ലാൻ നെറ്റ്വർക്കിൽ ഞാൻ കണക്ട് ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന IP അഡ്രസ്സ് എന്താണെന്ന് നമ്മളെങ്ങനെ അറിയും? ഇതിവിടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ലാൻ നെറ്റ്വർക്ക് എടുക്കുക, അതിനകത്ത് വൈഫൈ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇതിവിടെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. എൻ്റെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന IP അഡ്രസ്സ് 100.142 എന്ന് പറയുന്ന ഒരു IP അഡ്രസ്സാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 100 റേഞ്ചിലാണ് ഞാനിപ്പോൾ ഈ അഡ്മിൻ എന്ന് പറയുന്നത് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു നെറ്റ്വർക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ പുതിയൊരു നെറ്റ്വർക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ ഇവിടെ വരിക, അവിടെ നിന്ന് ലാൻ എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കണം. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ഗസ്റ്റ് ലാൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പം ഞാനിവിടെ ഓൾറെഡി ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ നിങ്ങൾ ഡിലീറ്റ് ചെയ്തേക്കുവാണ്. എന്നിട്ട് ഞാൻ നിങ്ങളെ പുതിയത് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഐക്കൺ കണ്ടോ, ഇതിൻ്റെ മുകളിൽ പ്രസ് ചെയ്തിട്ട് ആഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഗസ്റ്റ് വൈഫൈ എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്ന VLAN എന്ന് പറഞ്ഞാൽ 50 ആണ്. ഞാനിപ്പോൾ കൊടുക്കുന്ന VLAN 50 ആണ്. അപ്പോൾ എൻ്റെ IP അഡ്രസ്സ് 50 റേഞ്ചിലായിരിക്കും എനിക്ക് വരിക. എനിക്ക് എത്ര ക്ലയൻറ്റ് വേണം അല്ലെങ്കിൽ ക്ലയൻറ്റ് അഡ്രസ്സ് വേണം എന്നുള്ളതിനനുസരിച്ച് എനിക്ക് ഈ ഒരു പ്രിഫിക്സ് മാറ്റി കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിവിടെ അതിനകത്ത് ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല. ഇവിടെ ഇപ്പോൾ എനിക്ക് 254 ക്ലയൻസിനെ കണക്ട് ചെയ്യാൻ സാധിക്കും. അതായത് ഹോസ്റ്റ് അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് IP അഡ്രസ്സ് 50.1 തുടങ്ങുന്നത്. അത് 254 വരെ നമുക്ക് പറ്റും. ഇപ്പോൾ നമ്മളിവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. അപ്പോൾ ഇത് സിമ്പിളായിട്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നത്. ഇപ്പോൾ ഇവിടെ നെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ അതിന് ശേഷം ഇവിടെ നമ്മൾ സ്കിപ്പ് കൊടുക്കുന്നു. ഇപ്പോൾ ഞാൻ അതൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല, ഡീഫോൾട്ടായിട്ട് ഞാൻ കൊടുക്കുവാണ്. എന്നിട്ട് ഞാനിവിടെ ഓക്കെ അടിക്കുവാണ്. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് ഇപ്പോൾ ഇവിടെ അപ്ലൈഡ് ആയിട്ടുണ്ട് കണ്ടോ. ഒരു അല്പസമയം കഴിയുമ്പോൾ ഇത് ആക്ടിവേറ്റ് ആവും. ഇനി നമ്മൾ VLAN ക്രിയേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. VLAN ID 50 ആണ് നമ്മുടെ. പക്ഷേ നമ്മൾ വൈഫൈ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ വൈഫൈ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിന് നമ്മളിവിടെ നെറ്റ്വർക്കിൽ നിന്ന് WLAN എന്നുള്ള ഓപ്ഷൻ എടുത്തു. അവിടെ വന്നിട്ട് നമ്മൾ പുതിയൊരു വയർലെസ് ലാൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ പേര് ഗസ്റ്റ് നെറ്റ്വർക്ക് എന്നാണ്. ഗസ്റ്റ് നെറ്റ്വർക്ക് എന്ന് മാറ്റി നമുക്ക് ഗസ്റ്റ് വൈഫൈ എന്നാക്കാം. ഗസ്റ്റ് വൈഫൈ. അപ്പോൾ അവിടെ നമുക്ക് 2.4 GHz ബാൻഡ് വേണമെങ്കിൽ അത് കൊടുക്കാം, 5 GHz വേണമെങ്കിൽ അത് കൊടുക്കാം. ഇപ്പം ഞാൻ ഗസ്റ്റിന് 2.4 മാത്രമേ കൊടുക്കുന്നുള്ളൂ, 2.4 മാത്രം, ഞാൻ 5 കൊടുക്കുന്നില്ല. ഇവിടെ നമ്മൾ ഈ ഗസ്റ്റ് നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷൻ നമുക്ക് എനേബിൾ ചെയ്യാനുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ സാധാരണ അത് എനേബിൾ ചെയ്യാറില്ല, കാരണം അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടത് ക്രോം കാസ്റ്റിങ്ങോ അതുപോലെ തന്നെ സോണോസ് ഡിവൈസുകൾ, സ്ക്രീൻ മിററിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. കാരണം നമുക്ക് അതായത് കിട്ടുന്ന ഈ ഓരോ IP അഡ്രസ്സ് കിട്ടുന്ന ഗസ്റ്റിലേക്ക് കണക്റ്റ് ആകുന്ന ക്ലയൻറ്റുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റ് ആവില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പം നമുക്ക് അത് വേണ്ട, ഞാൻ അത് ടിക്ക് ഇടുന്നില്ല. ഇവിടെ നമുക്ക് പാസ്വേഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ WA പേഴ്സണൽ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് അതിനകത്ത് നമ്മളൊരു പാസ്വേഡ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് ഗസ്റ്റ്
_123 എന്നാണ് കേട്ടോ. guest_123 അതാണ് എൻ്റെ പാസ്വേഡ്. ഇവിടെ നമുക്ക് അഡ്വാൻസ്ഡ് ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ലോഡ് ബാലൻസിങ് ചെയ്യാൻ പറ്റും, അതുപോലെ ബാൻഡ് സ്റ്റിയറിംഗ് ചെയ്യാം, അതുപോലെ SSID ബ്രോഡ്കാസ്റ്റ് എനേബിൾ വേണോ ഡിസേബിൾ വേണോ, അങ്ങനെ പല കാര്യങ്ങളും കൊടുക്കാം. ഞാനിവിടെ VLAN കസ്റ്റം ആണ് ചെയ്യുന്നത് കേട്ടോ. VLANൽ കസ്റ്റം എന്നുള്ള ഓപ്ഷൻ എടുത്തു. അതിൽ നമുക്കിവിടെ നെറ്റ്വർക്ക് VLANൻ്റെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ. ഗസ്റ്റ് വൈഫൈ എന്നുള്ള ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഇനി അല്ലെന്നുണ്ടെങ്കിൽ ബൈ VLAN ID എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 50 എന്ന് എഴുതി കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് ബൈ നെറ്റ്വർക്ക് ആണ്. അതിനകത്തുനിന്ന് ഞാൻ ഗസ്റ്റ് വൈഫൈ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ താഴേക്ക് വന്നിട്ട് അപ്ലൈ ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ എന്താണ് ചെയ്തത്? നമ്മളിപ്പോൾ ചെയ്തത് ഒന്നുമില്ല, ഗസ്റ്റ് വൈഫൈ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഗസ്റ്റ് വൈഫൈ ഇനി ഒരു അല്പസമയം കഴിയുമ്പോൾ നമ്മുടെ ഈ നെറ്റ്വർക്കിനകത്ത് ഇവിടെ കാണിക്കാൻ തുടങ്ങും. ഇവിടെ വരാൻ തുടങ്ങി. ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് നെക്സ അഡ്മിനിലല്ലേ. ഇവിടെ ഇനി ഒരു അല്പസമയം കഴിയുമ്പോൾ ആ വൈഫൈ കാണിക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്കത് നോക്കാം വന്നിട്ടുണ്ടോ. ഇവിടെ ഗസ്റ്റ് വൈഫൈ എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ മുകളിൽ പ്രസ് ചെയ്യുന്നു. പ്രസ് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കും പാസ്വേഡ് എന്താണെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന guest_123 അല്ലേ നമ്മൾ പാസ്വേഡ് കൊടുത്തത്, ആ പാസ്വേഡ് നമുക്ക് കൊടുക്കാം. guest_123 പാസ്വേഡ് കൊടുക്കുന്നു. ജോയിൻ. ഓക്കെ, ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഗസ്റ്റ് വൈഫൈയിലേക്ക്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു സിസ്റ്റത്തിന് കിട്ടിയിരിക്കുന്ന IP അഡ്രസ്സ് ഏതാണെന്ന് നോക്കാം കേട്ടോ. ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, 50.3 എന്നുള്ള റേഞ്ചിലാണ്. ഈ 50.3 നിൽക്കുന്ന ഈ ഒരു ലാപ്ടോപ്പിന്, അതായത് ഗസ്റ്റ് നെറ്റ്വർക്കിൽ കണക്ട് ആയിരിക്കുന്ന എനിക്ക് ഈ എൻ്റയർ നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. നിങ്ങളിതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പിങ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ടെർമിനലാണ് എടുത്തിരിക്കുന്നത്. പിങ് സ്പേസ് 192.168.0.1 ഞാൻ പിങ് ചെയ്യുവാണ്. ഇതെൻ്റെ മെയിൻ റൗട്ടറാണ്. ആ മെയിൻ റൗട്ടറിലേക്കാണ് ഞാൻ ഈ പിങ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ശരിക്കും പറഞ്ഞാലുള്ള നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്? എൻ്റെ ഡിഫോൾട്ട് എൻ്റെ സബ്നെറ്റിൻ്റെ ഗേറ്റ് വേ ഏതാണ്? 192.168.50.1 ആണ് എൻ്റെ സബ്നെറ്റിൻ്റെ ഗേറ്റ് വേ. പക്ഷേ മറ്റത് മെയിൻ ആയിട്ടുള്ള ഗേറ്റ് വേ ആണ്. ഇനി അതുകൂടാതെ മറ്റ് സബ്നെറ്റിൻ്റെ ഒക്കെ ഗേറ്റ് വേയിലേക്കും എനിക്ക് പിങ് ഉണ്ട്. 192.168.10.1 എന്ന് പറയുന്നത് വേറൊരു സബ്നെറ്റാണ്. ആ വേറെ സബ്നെറ്റിലേക്ക്, അതായത് VLAN 10ൻ്റെ നെറ്റ്വർക്കിലേക്കുള്ള ആ ഗേറ്റ് വേയിലോട്ടുള്ള പിങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. അതേപോലെ തന്നെ 20 പിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 20.1 എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതൊക്കെ എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. 20.1 നിങ്ങളിപ്പോൾ കണ്ടില്ലേ. അതേപോലെ തന്നെ ഞാൻ 30.1 ഒന്ന് പിങ് ചെയ്ത് കാണിച്ചു തരാം. ഇതുകൊണ്ടോ 30.1 പിങ് ഉണ്ട്. അതേപോലെ തന്നെ എനിക്ക് 40.1 എന്ന് പറഞ്ഞ നെറ്റ്വർക്ക് ഇല്ലാത്തതിലേക്ക് ഞാൻ പിങ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് എറർ വരുന്നത്. അതെനിക്കില്ല, എനിക്ക് 50 ഉള്ളത്. അപ്പോൾ അത് എവിടെയാണ് കിടക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് 0.1 VLAN 1 എന്ന് പറയുന്നത് ഡീഫോൾട്ട് നെറ്റ്വർക്ക്. ഇത് ആൽഫ ലാൻ എഴുതിയേക്കണതാണ് 10.1, അതായത് VLAN 10 എന്ന് പറയുന്നത്. ബീറ്റ ലാൻ എന്ന് പറയുന്നതാണ് VLAN 20, അത് 20.1 ആണ് അതിൻ്റെ ഗേറ്റ് വേ വരുന്നത്. അപ്പോൾ ഓരോന്നും അങ്ങനെയാണ്. ഇനിയിപ്പോൾ എനിക്ക് 40.1 ഇല്ല, അതിന് പകരം 50.1 ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഗേറ്റ് വേയിലേക്ക് പിങ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പിങ്ങിങ്ങിൻ്റെ ആവശ്യം അവിടെ ഇല്ല. അപ്പോൾ എനിക്കത് ബ്ലോക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് എനിക്ക് ACL റൂൾ ഉള്ളത്. അപ്പോൾ ACL റൂൾ എനിക്ക് ചുമ്മാ അങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ACL മീൻസ് ആക്സസ് കൺട്രോൾ ലിസ്റ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്രൂപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ പുതിയൊരു റോള് ക്രിയേറ്റ് ചെയ്യുക. ബ്ലോക്ക് IP ഗ്രൂപ്പ് ടു റൗട്ടർ ഇൻട്രോ. ഓക്കെ, സബ്നെറ്റ് നമ്മൾ കൊടുക്കുന്നത് 192.168.0.1/32 എന്നാണ് ഞാൻ കൊടുക്കുന്നത്. 32 മീൻസ് നമ്മുടെ ഈ ഒരു IP അഡ്രസ്സ്, പർട്ടിക്കുലർലി ഈ ഒരു IP അഡ്രസ്സ് മാത്രം. ഇനി ഒരു പുതിയൊരു സബ്നെറ്റ് കൂടെ ഞാൻ ഇട്ട് കാണിച്ചു തരാം. അവിടെ ഞാൻ 10.1 നെറ്റ്വർക്കിലെ എല്ലാ IP അഡ്രസ്സിനെയും ബ്ലോക്ക് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. ബ്ലോക്ക് ചെയ്യാൻ ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടില്ല. ബ്ലോക്കിംഗ് എന്നല്ല പറയുന്നത്, ജസ്റ്റ് ആ IP മാത്രം സ്പെസിഫൈ ചെയ്ത് കൊടുത്തു. ഇനി നമ്മുടെ ACL റൂൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അതിൽ EAP ACL ആണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത്. ക്രിയേറ്റ് ന്യൂ റൂൾ കൊടുക്കുന്നു. ഗസ്റ്റ് വൈഫൈ ബ്ലോക്ക് ടു ഗേറ്റ് വേ. ഓക്കെ, ഡിനൈ കൊടുക്കുന്നു. പ്രോട്ടോകോൾ അതെല്ലാം ഓൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. നെറ്റ്വർക്ക് നമ്മൾ ഗസ്റ്റ് നെറ്റ്വർക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഏതിലേക്കാണ്? നമ്മളൊരു പുതിയ IP ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ്, അതായത് ബ്ലോക്ക് IP ഗ്രൂപ്പ് ടു റൗട്ടർ ഇൻ്റർഫേസ്, എന്നിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത് ഉടൻ തന്നെ ചിലപ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്യണമെന്നില്ല. നമ്മൾ നമ്മുടെ വൈഫൈ ഒന്ന് ഡിസേബിൾ ചെയ്തിട്ട് ഒന്നുകൂടെ ഓണാക്കി കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ
മനസ്സിലാവും. ഞാനിവിടെ ഡിസേബിൾ ചെയ്യുകയാണ്. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ കണക്ട് ചെയ്യാൻ നോക്കുന്നു. ഗസ്റ്റ് വൈഫൈ കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് അതിനകത്ത് കിട്ടിയിരിക്കുന്ന IP അഡ്രസ്സ് ഏതാണെന്നുള്ള കാര്യം നോക്കാം. സെറ്റിങ്സിനകത്ത് ഇതിപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ നേരത്തെ കിട്ടിയിരിക്കുന്ന IP അഡ്രസ്സ് 50.3 അത് തന്നെയാണ് വന്നിരിക്കുന്നത്. ടെർമിനൽ എടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. PNG 192.168. നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് 0.1 പിങ് വേണ്ടെന്നാണ്. കണ്ടോ, ഇപ്പോൾ പിങ് ആവുന്നില്ല 0.1. അതേപോലെ തന്നെ 10.1 നമുക്ക് പിങ് ആവില്ല. പക്ഷേ നമ്മൾ ഈ ഒരു റൂളിനകത്ത് 20 30 പറഞ്ഞിട്ടില്ല നെറ്റ്വർക്ക് കേട്ടോ. അതുകൊണ്ട് അവിടെയൊക്കെ പിങ് ആവും. ഇപ്പോൾ നമ്മൾ നോക്കി 20.1 എന്ന് പറഞ്ഞ നെറ്റ്വർക്കിലേക്ക് നമുക്ക് പിങ് ഉണ്ട് കണ്ടോ. അതുപോലെ തന്നെ നമ്മുടെ 30 റേഞ്ചിലേക്ക് നമുക്ക് പിങ് ഉണ്ട്. 30.1 റേഞ്ചിലേക്ക്. ഇനി നമുക്ക് അവിടെ പിങ് വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു റൂളില്ലേ, അതിലേക്ക് ഈ IP ഗ്രൂപ്പിലേക്ക് നമ്മുടെ ഈ ഒരു ബ്ലോക്ക് ഗസ്റ്റ് വൈഫൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കൊടുത്തില്ലായിരുന്നോ, ഇത് IP ഗ്രൂപ്പ്, അതിലേക്ക് ആ ഒരു നെറ്റ്വർക്കിനെ കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പുതിയൊരു സബ് നെറ്റിനെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 192.168.30.1/24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 24 എന്ന് പറയുന്നത് ആ ഒരു ഫുൾ എൻ്റയർ നെറ്റ്വർക്കാണ്, എൻ്റയർ സബ് നെറ്റ്വർക്കാണ്. ആ ഒരു പർട്ടിക്കുലർ IP മാത്രം മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ 32 എന്ന് കൊടുത്തിട്ട് ഏത് IP ആണോ വേണ്ടത് അത് കൊടുത്താൽ മതി. ഇപ്പോൾ 30ലേക്കും കൂടെ ബ്ലോക്ക് ആയിട്ടുണ്ടാവും. നോക്കിക്കേ, ഇപ്പോൾ ഇവിടെ 30.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ പിങ് ആവുന്നില്ല. റിക്വസ്റ്റ് ടൈം ഇവിടെ വരുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഗസ്റ്റിന് നമ്മുടെ എൻ്റയർ നെറ്റ്വർക്കിലേക്ക് ആക്സസ് ഉണ്ടാവും. ഇപ്പോൾ ഗസ്റ്റിന് അങ്ങനെയുള്ള ആക്സസ് ഒന്നുമില്ല. അപ്പോൾ ഒരു വൈഫൈ ചുമ്മാ നമ്മളിവിടെ വെറുതെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാതെ, അതായത് ഇവിടെ വന്നിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയല്ലേ WLAN, ഇങ്ങനെ വെറുതെ ഒരു വൈഫൈ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാതെ അതൊരു സബ് നെറ്റ്വർക്കിൻ്റെ അണ്ടറിലാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് 100% അതിനെ ആ ഒരു നെറ്റ്വർക്കിനെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഗസ്റ്റിന് ഒരിക്കലും നമ്മുടെ ഈ ഉള്ളിലുള്ള നെറ്റ്വർക്ക് ആക്സസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് സെലക്റ്റീവായിട്ട് ഏതെങ്കിലും പർട്ടിക്കുലർ PC അല്ലെങ്കിൽ മൊബൈലോ TV ഒക്കെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ IP മാത്രം പെർമിറ്റ് ലിസ്റ്റിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് അതിനെ പെർമിറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ എൻ്റയർ നെറ്റ്വർക്കിനെ നമ്മുടെ ഇഷ്ടപ്പെട്ട രീതിയിലേക്ക്, നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ ആയിരിക്കണം നമ്മളൊരു വൈഫൈ നെറ്റ്വർക്ക് നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. ഇപ്പം ഞാനിത് ഗസ്റ്റ് നെറ്റ്വർക്കിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഓഫീസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ വൈഫൈ നെറ്റ്വർക്കും പർട്ടിക്കുലർലി ഓരോ വ്യക്തികൾക്ക് കൊടുക്കും. ഇപ്പം ഞാനിവിടെ ഓഫീസിൽ ഈ നെക്സ ആൽഫ എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ ഓഫീസിലെ ടെക്നീഷ്യന്മാർക്കാണ്. അതേപോലെ അഡ്മിൻ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് നെറ്റ്വർക്കാണ്. ഇനി ഇവിടെ ഓഫീസിൽ ഉപയോഗിക്കുന്ന മൊബൈലുകളും ലാപ്ടോപ്പുകളും അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഞാനൊരു VLAN 20 ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ നമ്മൾ ചെയ്തേക്കണ ഗസ്റ്റ് വൈഫൈ, ഇങ്ങനെ നമുക്ക് 100% നമ്മുടെ എൻ്റയർ നെറ്റ്വർക്കിനെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്ക് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ മേളിൽ 100% കൺട്രോൾ ഉണ്ട്. അതുമാത്രമല്ല പെർഫോമൻസ് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു നെക്സ ആൽഫ എന്നുള്ള ഈ ഒരു നെറ്റ്വർക്കിനകത്ത് നമ്മൾ ടെക്നീഷ്യന്മാർക്ക് കൊടുത്തേക്കണ ഈ ഒരു നെറ്റ്വർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡൗൺലോഡിങ്ങും അപ്ലോഡിങ്ങും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ടോട്ടൽ നെറ്റ്വർക്ക് മൊത്തം സ്പീഡ് കുറയും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തേക്കാണ്, അവരുടെ സ്പീഡ് നമുക്ക് പെർമിറ്റ് ചെയ്യാൻ പറ്റും. അത് ഇത്ര Mbps മാത്രം മതി എന്നുണ്ടെങ്കിൽ അത്രയും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇവിടെ ഞാൻ മാറ്റിയെന്നറിയില്ല, നേരത്തെ ഞാനത് കൊടുത്തിട്ടുണ്ടായിരുന്നു. VLAN കൊടുത്തു, കസ്റ്റം ഇതുണ്ടോ ഡൗൺലോഡ് ലിമിറ്റ് ഞാനിവിടെ 10 Mbps കൊടുത്തേക്കണത്. അതുപോലെ അപ്ലോഡ് ലിമിറ്റ് ഞാൻ 10 Mbps കൊടുത്തേക്കണം. അപ്പോൾ സ്പീഡ് 100 Mbps ആണ് ടോട്ടൽ നമുക്കിവിടെ ഉള്ളൂ. അതിൽ 10 Mbps ഞാൻ ഇവർക്ക് കൊടുത്തിരിക്കുക. അപ്പോൾ അവർ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് ഇതുകൊണ്ടാണ് റേറ്റ് ലിമിറ്റും കൊടുത്തിട്ടുണ്ട്. അവർക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ 1 GB ആണ് പെർ ഡേ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് നമ്മുടെ നെറ്റ്വർക്കിനെ മാനേജ് ചെയ്യാൻ സാധിക്കും. ഒമാഡ നെറ്റ്വർക്കിനെ പറ്റി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അത് നിങ്ങൾ പെയ്ഡ് വീഡിയോസ് ആയതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജോയിൻ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പേയ്മെൻറ്റ് ഓപ്ഷൻ ചോദിക്കും. അവിടെ 500 rupees ആണ് പെർ മന്ത് നിങ്ങൾക്ക് ചാർജ് വരുന്നത്. അപ്പോൾ ആ ഒരു പേയ്മെൻറ്റ് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോസ് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരു 70%, 90% ഞാൻ പറഞ്ഞാൽ 70% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയ്ഡ് ആയിട്ടുള്ളതൊന്നും അല്ലല്ലോ, ഫ്രീ ആയിട്ട് സബ്സ്ക്രിപ്ഷനാണ്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ടെക്നിക്കൽ വീഡിയോസിൽ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ടെക്നിക്കൽ വീഡിയോസ് മാത്രമാണ് ഈ ഒരു ചാനലിലൂടെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.